സഖ്യകക്ഷികളെ അറിയിച്ചില്ല, പരമരഹസ്യമായിട്ട് ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പണികളൊക്കെ ചെയ്തത്. സാർ ആ ജാള്യത മറക്കാനാണ് ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിലും പറയണത് ഞങ്ങൾ ഒപ്പിട്ടു, ശരിയാണ്, പക്ഷെ ഞങ്ങൾ റദ്ദാക്കി. ഒപ്പിട്ട കരാർ ഞങ്ങൾ റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. എവിടെ റദ്ദാക്കി? റദ്ദിൻ്റെ കത്ത് ഞാൻ വായിക്കാം. സാർ, ഇത് പ്രശ്നം പ്രതിസന്ധിയൊക്കെ ആയപ്പോൾ വലിയ വിവാദമായി തെരഞ്ഞെടുപ്പ് വരുന്നു. നിങ്ങൾ കൊടുത്തത് 12/11/25 കത്ത്. അതിൽ നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച കത്ത്, കൈൻഡ് അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ് ടു ദി റെഫറൻസ് സൈറ്റഡ് ഇൻ ദി വ്യൂ ഓഫ് ദി കൺസേൺ റൈസ്ഡ് റിഗാർഡിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റെഫേർഡ് ടു എബവ്. The Council of Ministers of the State decided to constitute a committee from among its members to examine such concern raised and submitted in respect for further consideration. For facilitating the same, the Council of Ministers decided to keep the implementation of the MOU in abeyance. ക്യാൻസൽ ആക്കിയെന്നവിടെ പറയുന്നത്? നോ. ഇതിന്റെ മലയാളം എന്താ സാർ? ഇതിന്റെ മലയാളം എന്താ? കരാർ റദ്ദാക്കണമെന്നോ തുടർ നടപടി വേണ്ടെന്നോ ഇതിൽ പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ. നിങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും തിരിയും. പറയൂ. അതായത് ചർച്ച പറയുന്നില്ല. ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഉണ്ടാക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ MOU നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കേണ്ടതാണെന്ന് അറിയിച്ചു. നീട്ടിവെക്കേണ്ടതാണ്. നോട്ട് ക്യാൻസൽ. സർ, ഇത് കേന്ദ്രത്തെ അറിയിച്ചു കൊണ്ടൊരു കത്തെഴുതി. ആയതിന് നിയമപരമായി വല്ല സംഗതിയുണ്ടോ? സർ, ഞാൻ നേരത്തെ വായിച്ചു. കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്രത്തിന് വെച്ചു കൊടുത്തുകൊണ്ട് ഈ കരാറിലെ എല്ലാ അധികാരവും യൂണിലേറ്ററലായി ഏകപക്ഷീയമായി കേന്ദ്രത്തിന് നൽകിക്കൊണ്ടാണ് നിങ്ങൾ കേരളത്തിന്റെ അവകാശങ്ങളെ ബലികഴിച്ചാണ് ഈ കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഇന്നത്തെ പ്രതിസന്ധി. സർ, പിന്നെ ഇനിയുണ്ട്. ഇത് ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള സംഗതിയാണ്. ഇപ്പൊ തരും. ഈ പറഞ്ഞതൊക്കെ റെക്കോർഡിലുള്ള കാര്യങ്ങളാണെങ്കിൽ സർ, ഇനി സാർ, ദേശാഭിമാനി 25/10/2025, ഞാൻ ചുരുക്കമാണ്, ഇത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ കൃത്യമായ റെക്കോർഡുകൾ പറഞ്ഞു. ദേശാഭിമാനി 25/10/2025 ഒന്നാം പേജ് സർ ലീഡിംഗ് ന്യൂസ് ഉണ്ട് സർ. 8/5/26 ഇത് പുതിയ ഇതിനെക്കുറിച്ചുള്ള ലീഡിംഗ് ന്യൂസ് ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ. സർ, PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക്. ആരാ പറയുന്നത്? സർ, ആരാ പറയുന്നത്? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതിന്റെ തുടക്കം മാത്രം ഞാൻ വായിക്കാം. ദേശാഭിമാനിയാണ്. മനോരമല്ല. യെസ്, ഓക്കെ. അപ്പോ സർ, ഇവിടെ ഇപ്പം ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ. സർ, നിങ്ങൾ ഈ വിധം കേരളത്തെ പ്രതിസന്ധിയിലാക്കി. നിങ്ങൾ അതിൻ്റെ പ്രചാരകരായി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവരാണ് കഴിഞ്ഞ ഗവൺമെൻറ്. എന്നാൽ ഞങ്ങളുടെ മുമ്പിലുള്ള സംഗതി എന്താ? ഞങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ്റുകൾ ഒരു തുടർച്ചയാണ്. ദ സ്റ്റേറ്റ് ഓഫ് കേരള ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അന്നൊരു ഉപസമിതിയെ വെച്ചിട്ട് ഈ ഉപസമിതി ഒന്നും ചെയ്തില്ല. മാസങ്ങളോളം യോഗം ചേർന്നു. എന്നാൽ ആ ഉപസമിതിക്ക് ചേർന്നിട്ടത് വേണ്ടാന്ന് വെക്കായിരുന്നല്ലോ. അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ആ ഉപസമിതി 8 മാസം യോഗം ചേർന്നില്ല. ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നത് വരെ ഉപസമിതി യോഗം ചേർന്നില്ല. അപ്പൊ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ആ സംഗതി, നിങ്ങൾ ഒപ്പിട്ട് പ്രതിസന്ധിയിലാക്കിയ ആ സംഗതിയിൽ ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റ് ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോ പ്രമേയ അവതാരകനോ അവകാശമില്ല. കാരണം ഊഹങ്ങളുടെ പേരിൽ റൂൾ 50 നിൽക്കില്ല. കാരണം ഊഹമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചോ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഇതിന്റെ
ഇതിന്റെ ആളുകളാക്കാൻ ശ്രമിക്കരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പ്രസന്റ് ചെയ്യട്ടെ. തീർത്തും പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF-ന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരണത്തിനും ചരിത്രം വളച്ചൊടിക്കുന്നതിനും വക്രീകരിക്കുന്നതിനുമെതിരെ ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. ഇനിയും ആ നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.